പണ്ട് മോഹൻലാലിനൊക്കെ മമ്മൂട്ടിക്കൊക്കെ ഞാൻ കട്ട് കൊടുത്തയക്കണ്ടായിരുന്നു. മലബാറി ഫുഡിന് ഒരു സ്പെഷ്യാലിറ്റി 3-4 വാക്കുകൾ പറയാൻ പറഞ്ഞാലോ? പൈസ പോയാലും വേണ്ടിയില്ല, പവർ വരട്ടെ. ഞാൻ തിന്നുന്നത് മട്ടനാന്നുള്ളത് എനിക്ക് ബോധ്യാവണ്ടേ. ലൈക്ക് ഐ ഷുഡ് ഫീൽ ഐ എം ഈറ്റിംഗ് മട്ടൺ. അവിടുത്തെ സ്പെഷ്യൽ 3 മസാല ഉണ്ടെന്ന് പറയും അല്ലേ? ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളി വാട്ടി എന്നിട്ട് ഇറച്ചിയിട്ട് എന്നിട്ടേ ഉപ്പിടുള്ളൂ. നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലരും അടുക്കള മറന്നു പോകുന്നുണ്ട്. ചിലരൊക്കെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നു, ചിലർ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നു. With the advent of the farming of chicken became so popular and cheaper aspect. നമ്മൾ ഈ ഫാമിലി റിലേഷൻഷിപ്പിനൊക്കെ ഇങ്ങനെ ചേർത്ത് വെക്കാൻ ഭക്ഷണം നല്ലൊരു... ഈ കോഴിക്കോട്ടുകാരെ നിങ്ങൾക്ക് അറിയാലോ, ആര് വന്നാലും അവരെ തിന്നിച്ച് വിടണം എന്നുള്ള അല്ലല്ല. പെണ്ണാ പേടിക്കാത്തത്, ആണ് പേടിക്കൂ. എന്താ ഈ നാടൻ ഭക്ഷണത്തിന്റെ ഒരു രുചിക്കൂട്ടിന്റെ പ്രധാനം? പൈസ വന്നിട്ട് എണ്ണാൻ നേരം ഇല്ലാണ്ട് കുട്ടിച്ചാക്കിലിട്ടോണ്ടെന്ന കാലഘട്ടം. സ്ത്രീ മുന്നേറ്റത്തെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളതാണ്. എന്നാൽ അടുക്കളയിൽ നിന്നുകൊണ്ട് ഒരു വിപ്ലവം നടത്തിയ ആബിദ റഷീദാണ് എന്നോടൊപ്പം ഉള്ളത്, ഹോം ഷെഫ്. നമസ്കാരം. നമസ്കാരം. ഈ അടുക്കളയുടെ ഒരു സാധ്യത എങ്ങനെയാണ് കണ്ടെത്തിയത്? അടുക്കള ഇത്രയും വലിയ സാധ്യതയുള്ളൊരു സാധനമാണെന്ന് എങ്ങനെ മനസ്സിലായി? ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അടുക്കള പഠിച്ചാൽ ജീവിക്കാൻ പറ്റും എന്നുള്ളത് പണ്ടേയുള്ള കാര്യം തന്നെയല്ലേ അല്ലേ? ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ വേറൊരു അടുക്കളയിൽ പോയിട്ടുണ്ടാണല്ലോ അന്ന് കാലത്ത് ഉണ്ടായിരുന്നത്. പിന്നെ അതൊരു വേറുള്ള ഒരാൾ അടുക്കളയിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ അതൊരു നല്ലതല്ലായിരുന്നു. അടുക്കളയിൽ നിൽക്കാൻ പഠിച്ചിട്ടാണല്ലോ പുറത്തൊക്കെ പോയി ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചാണ് അല്ലേ? അപ്പൊ പിന്നെ തിരിച്ച് അടുക്കളയിലേക്ക് തന്നെ പോകേണ്ടി വന്നല്ലോ. അല്ലല്ല, ഞാൻ പണ്ടേ അത് അടുക്കളയിൽ പോയിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് അടുക്കളയിലേക്ക് തിരിച്ചു വന്നാൽ പഠിക്കാൻ പണി പറ്റുമെന്ന് തോന്നുന്നില്ല. അടുക്കള ഇഷ്ടമായിരുന്നു? അടുക്കള ഇഷ്ടമായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമായിരുന്നു? വളരെ ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിൽ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മാന്റെ കൂടെ? ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഉമ്മാന്റെ കൂടെ അടുക്കളയിലേക്ക് വരുന്നില്ല അല്ലേ? ഇല്ല, ഉമ്മമാരാണ് മോശം, കുട്ടികളല്ല. ഉമ്മമാരും പോയി പഠിക്കുക. എന്തായി പഠിക്കണമെന്ന് എനിക്കറിയില്ല. പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ അടുക്കളയും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ കൂടെ കൊണ്ടുവരുന്നു. പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. ഞാൻ എൻ്റെ മക്കളെ പഠിക്കുന്ന കാലത്തൊന്നും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കില്ല. അല്ലാണ്ട് ആ ബുക്ക് അവിടെ വെക്കാൻ പറയും. ആ കുട്ടികൾ സ്കൂളിൽ അത്രയും പഠിപ്പിക്കുന്നുണ്ടല്ലോ, അത് മതി. വീട്ടിൽ നമുക്ക് എന്തൊക്കെ മക്കളെ പഠിപ്പിക്കാനുണ്ട്. അത് കാരണം പല മുത്തശ്ശി കഥകൾ മുതൽ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. അതൊരു വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മളുടെ കൾച്ചർ അല്ലേ, നമ്മൾ ഒരുപാട് കൾച്ചറുള്ള ആൾക്കാരാണ്. എന്തിനാണ് നമ്മൾ കൂടുതൽ വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോകുന്നത്? അത് ഞങ്ങൾ അമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും അവർ വലുതായി വരിക. അപ്പോൾ കിച്ചനും കുട്ടികൾ കൈമുറിയും, തീ പിടിക്കും. അപ്പോൾ ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തിട്ട് ആക്സിഡൻ്റ് ആകുക, അങ്ങനെ ആകുമ്പോൾ എത്ര ചോര പോവും. പക്ഷെ ഒരു കത്തി വെട്ടിയിട്ട് എത്ര ചോര പോവാനാ? കത്തി തട്ടിയാലും മുറിഞ്ഞാലും വഴി പറഞ്ഞു കൊടുക്കുക അല്ലേ? നമ്മൾ കിച്ചണിൽ തന്നെ അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക. നല്ല ഭക്ഷണം കഴിക്കാനും പറ്റും, നല്ല ഭക്ഷണം കൊടുത്താലേ ഉള്ളൂ നമുക്ക്. എനിക്ക് 2 കാര്യങ്ങൾ ഒരാളെ മനസ്സ് കീഴ്പ്പെടുത്താൻ: നന്നായി സംസാരിക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക. 2 ആവശ്യത്തൊക്കെ ഉണ്ടെന്നും. അത് കിട്ടിയത് എവിടെ നിന്നുള്ളത് ഞാൻ പറയുന്നില്ലേ. നമ്മളെ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട കാര്യങ്ങളത്. സ്കൂളുകാർ കൊടുക്കുക, വേറെ ആരും കൊടുക്കൂല. അമ്മമാര് വീട്ടില് ഉള്ള ആൾക്കാരെടുത്ത് പഠിക്കേണ്ട കാര്യം വിട്ടുപോയി. ഞാൻ ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, നല്ല മനോഹരമായിട്ട് കോഴിക്കോടൻ ഭാഷയെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണോ പുറത്തൊക്കെ പോയ വലിയ താജ് ഹോട്ടലിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഹോട്ടലൊക്കെ പോയി സംസാരിക്കും? ഇങ്ങനെ തന്നെയാണ്? ഞാൻ ഇങ്ങനെ തന്നെ വർത്തമാനം പറയാം. പക്ഷെ ഞാൻ നല്ലോണം ഇംഗ്ലീഷും പറയും. ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ എനിക്ക് അതിനുള്ളൊരു ബേസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ലാംഗ്വേജ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബും ഇങ്ങനെ TV-യുടെ മുന്നിലൊക്കെ സംസാരിക്കാനായപ്പോഴേ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറയും, എന്നാ നിൻ്റെ മലയാളമൊക്കെ ഒന്ന് നോക്കി സംസാരിക്കണേ. അപ്പം ഞാൻ ആദ്യത്തെ യൂട്യൂബ് എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ചു നേരമൊക്കെ അങ്ങനത്തെ മലയാളം പറഞ്ഞു നോക്കി. അപ്പം എനിക്ക് നാച്ചുറൽ ആവാൻ പറ്റുന്നില്ല. അവൻ എനിക്ക് അറിയുമ്പോഴത്തെ മലയാളം പറഞ്ഞു. അതാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അല്ലേ? അതല്ലേ നല്ലത്. ഹൃദയത്തിന്റെ ഭാഷയാണ് അത്ര തന്നെ. കുറച്ചിങ്ങനെ മലയാളം മോശമാണെങ്കിലും അത് തന്നെ ഞങ്ങൾക്ക് പറയാം. ഭക്ഷണം ഉണ്ടാക്കാൻ കൊടുക്കാനാണോ ഇഷ്ടം, കഴിക്കാൻ അതുപോലെ ഇഷ്ടമാണോ? കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമല്ല. ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് അവരുടെ അപ്രീസിയേഷൻ, അവരുടെ സന്തോഷം കാണാൻ ഇഷ്ടമാണ്. ഏതാണ് ഏറ്റവും നന്നായിട്ട്? എനിക്ക് തോന്നുന്നു ബിരിയാണിയുടെ വീഡിയോ ആണ് ഏറ്റവും നന്നായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ട വീഡിയോ ആണ്. ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടം. ഇഷ്ടമുണ്ടാവും. ബിരിയാണി എളുപ്പം. പിന്നെ മാത്രമല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ ഏറ്റവും പച്ചക്കറിയും ചോറും കുറേ ഉണ്ടാക്കണ്ടേ. ഇതാകുമ്പോൾ ഒറ്റൊന്നും ഉണ്ടാക്കിയാൽ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാനും എളുപ്പമാണ്. നമുക്ക് മലബാറിൽ ഫുഡിൻ്റെ നല്ലൊരു കൾച്ചറുണ്ട്. നമ്മളിപ്പോൾ ഈ ഫോറിൻ ഫുഡുകൾ, അതുപോലെ ഈ പറഞ്ഞ പോലെ കുഴിമന്തി ഉണ്ട്, അതുപോലെ യൂറോപ്യൻ കോണ്ടിനെൻ്റലിന് പിന്നാലെ പോവുക. മലബാറിൻ്റെ ഒരു റിച്ച്നെസ് എനിക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുണ്ട് ഇതുവരെ.
ഇല്ലല്ലോ. നിങ്ങളെ പോലത്തെ ആൾക്കാർ അതിനെ ഇനി ഒരുപാട് എന്താ പറയുക അവസരങ്ങൾ കൊടുത്തിട്ട് ഒരു ബ്രാൻഡഡ് ഫുഡായിട്ട് മാറ്റണം. മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പിന്നോട്ടെടുത്ത് നോക്ക്. ആരും നമ്മളെ ഇന്ത്യയിലേക്ക് ഇൻവൈഡ് ചെയ്ത് വന്ന് ഇവിടുന്ന് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ സ്പൈസസ് കൊണ്ടുപോകാൻ ആൾക്കാർ ഓടി വന്നിട്ടില്ലേ? അപ്പം മലബാറിൽ അങ്ങനെ ഒരു സാധനം ദൈവം തന്നെ തന്നിട്ടില്ലേ? നമ്മളെ ദൈവം തന്ന ഒരു ഗോഡ് സോൺ കൺട്രി എന്നല്ലേ പറയുന്നത്. ഇവിടെ അത്രയും ഞങ്ങളുടെ അടുത്ത് സാധനങ്ങളുണ്ട്, ഞങ്ങളുടെ കൾച്ചർ ഉണ്ട്. ഇപ്പം ഏലക്കായ്, പട്ട, ഇങ്ങനത്തെയൊക്കെ സുഗന്ധദ്രവ്യങ്ങൾ എവിടുന്നാണ് വരുന്നത്? അതൊക്കെ ഇവിടെ തന്നെയല്ലേ. നമ്മളെ അടുക്കള വിട്ട് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ കുറച്ചൊക്കെ യൂറോപ്യൻ ഫുഡ്, ഇപ്പം പിസ്സ, ബർഗർ, എളുപ്പത്തിൽ കിട്ടാവുന്ന വാങ്ങിച്ചെടുക്കാവുന്ന ഫുഡിലേക്ക് പോയി തോന്നുന്നു. അതെ, നമ്മൾ പോയി എന്തിനാ അങ്ങനെ പോകുന്ന? നമ്മളുടെ വയറ്, ഞങ്ങളുടെ സ്കിൻ കളറ്, സ്കിൻ ടോണ് ഒക്കെ അതത് ഏരിയക്ക് ഓരോന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ യൂറോപ്യൻസിന്റെ വൈറ്റ് സ്കിൻ അല്ല ഞമ്മക്ക്. അപ്പൊ പഠിച്ചോന്ന് എന്തൊക്കെ കണ്ടിട്ട് തന്നെയാണല്ലോ നമ്മൾക്ക് തന്ന കായ്കളും ഒക്കെ നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു. അത് നമ്മൾ ഒന്നും കൂടി തിരിച്ചതൊക്കെ കൊണ്ടുവരണം. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇപ്പോൾ ഹോട്ടൽസിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ മേളകളൊക്കെ നടത്തുമ്പോൾ മലബാറി ഫുഡിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ടോ? ശരിക്കും ഭയങ്കരം എന്ന് പറഞ്ഞാലില്ലേ, ഇത് ആർക്കും കഴിച്ചു നോക്കിയിട്ടോ ഇതാരും അറിഞ്ഞിട്ടില്ല. ഇതൊരു നിധിയാ. ഭക്ഷണത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് എവിടെയോ ഒളിച്ചിരിക്കുന്ന നിധിയാ. ഇപ്പൊ നമ്മളത് പുറത്തു കൊണ്ടുവന്നിട്ട് ലോകത്തെ അറിയിക്കണം ഞങ്ങളുടെ കയ്യിലൊരു നിധി ഉണ്ടേ എന്ന്. അതാണ് ഈ ഭക്ഷണം. ഈ പിസ്സേൻ്റെയും ബർഗറിൻ്റെ ഒക്കെ ഇടയിൽ നമ്മളെ മത്തിക്കറിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? പറയാനുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഇവിടെ യാത്രയൊക്കെ പോയി 2 ദിവസമൊക്കെ നമ്മൾ അടുത്ത ഭക്ഷണമൊക്കെ കഴിക്കും. 3-ാം ദിവസം നമ്മൾ എന്താ ആഗ്രഹിക്കുക? നമ്മളെ വീട്ടിലെ ഭക്ഷണം കിട്ടിയാൽ നന്നായിരുന്നു എന്നല്ലേ? ആ ഒരു സ്നേഹം ഈ ഭക്ഷണത്തിന് എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായത്തിലില്ലേ, 8 മുതൽ 24 വരെയുള്ള കുട്ടികളിലാണ് ഈ ഒരു ഇത് കാണുന്നത്. മറ്റുള്ള ഫുഡ് കഴിക്കാനുള്ള ഒരു 8 വയസ്സിലാണ് ഈ ടാർഗറ്റ് ചെയ്യുന്നതും. സത്യം പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ബർഗേഴ്സും ഇങ്ങനത്തെ സാധനങ്ങളല്ലേ, അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ഈ കുട്ടികളാണ്. ഒരു 26 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് മക്കള് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോണ കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, അവർക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോഴാണ് അവർക്ക് അവരുടെ വീട്ടിലെ ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. സോ 26-28 ആകുമ്പോഴത്തേക്ക് ദേ കം ബാക്ക് ടു ദ ഹോം ഫുഡ്. നമ്മളെ ഇപ്പോൾ ഇന്റർനാഷണൽ ഹോട്ടൽസിൽ പോലും പറയുന്ന ഹോം ഫുഡിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സെഷൻസ് ഒക്കെ വെക്കുന്നുണ്ട് അല്ലേ? അവരും ഇതിലേക്ക് മടങ്ങുകയാണ്. അതെ, അത് വളരെയധികം. ലൈക്ക് ഇപ്പം എന്നെ പോലത്തെ ഒരാൾ, ഞാൻ പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ല. നിങ്ങളിപ്പോൾ ഹോട്ടലിൽ നോക്കുകയാണെങ്കിൽ അവരൊരു ഷെഫൊക്കെ ആക്കി നിങ്ങളെ വെക്കണമെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം അതൊന്നും നോക്കാണ്ട് ഇപ്പോൾ ഞങ്ങളെപ്പോലെ ഉള്ള ആൾക്കാർ അവർ വിളിച്ചിട്ട് അവർക്ക് ഒരു ഉമ്മാനെ പോലെ, ഒരു മദറെ പോലെയാണ് നമ്മളിപ്പോൾ അങ്ങനത്തെ കിച്ചണിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് നമ്മൾ അറിയാണ്ട് നമ്മളുടെ ഉമ്മാൽ നിന്നും ഗ്രാൻഡ് മദേഴ്സിൽ നിന്നൊക്കെ നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അതിൻ്റെ ടെക്നിക്കാലിറ്റി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം നമ്മൾ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളി വാട്ടി എന്നിട്ട് ഇറച്ചിയിട്ട് എന്നിട്ടേ ഉപ്പിടുള്ളൂ. എന്തുകൊണ്ടാണ് ഉമ്മ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല. നേരെ മറിച്ച് പഠിച്ചു വരുന്നവർ അത് പഠിച്ചിട്ടാണല്ലോ വരിക. പക്ഷെ ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ അവർ ഞങ്ങളിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുക. അപ്പോൾ ആ പഴയ ആൾക്കാർ എത്ര നല്ല ടെക്നിക്കലാണ് നോളജ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഐ യൂസ് ടു. നമ്മുടെ വീട്ടിൽ ഉമ്മമാർക്ക് ശരിക്കും ഇതിനെക്കുറിച്ച് അവർ ശരിക്കും PhD എടുത്ത പോലെയാണല്ലേ പഴയ ആൾക്കാർ? PhD അവരുടെ അടുത്തുനിന്ന് ഉള്ള അറിവ് ബുക്ക് പഠിച്ചവർക്കില്ല. അങ്ങനെയുള്ള അറിവുകൾ കിട്ടിയിട്ടുണ്ട്, പഴയ ഉമ്മാൻ്റെ കിട്ടിയിട്ടുണ്ട് സാധനം ഒരുപാട്. എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ എനിക്കറിയില്ല, പഠിച്ചോന്ന് എന്തോ ഓരോ കലാകാരന്മാർ ഓരോ ഇതിൽ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ ഒരു വിവരം വെക്കുന്നുണ്ടോ എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇങ്ങനത്തെ കഴിവുണ്ട്, പറയാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ 60 ഇയേഴ്സിൽ അബ്സോർബ് ചെയ്തെടുത്ത കാര്യങ്ങളല്ലാണ്ട് ഞാൻ പഠിച്ചിട്ട് പറയല്ല. എൻ്റെ ലൈഫിൽ എൻ്റെ പേരൻസ്, എൻ്റെ ഗ്രാൻഡ് പാരൻസ്, ഞാൻ നടന്ന സിറ്റുവേഷനിൽ ഉണ്ടായ കാര്യങ്ങളാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നമ്മളെ മലബാറി ഫുഡിൻ്റെ റിച്ച്നെസ്സിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി? മറ്റ് രാജ്യങ്ങളിലെ പല ഫുഡുണ്ടല്ലോ, അതെല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാം രുചിച്ചിട്ടുണ്ടാവും. മലബാറി ഫുഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഒരു 3-4 വാക്കുകൾ പറയാൻ പറഞ്ഞാലോ? ഒന്നാമത് നമ്മളുടെ ആ സ്റ്റൈൽ ഓഫ് ഫുഡിന് ഒരു റാഹത്ത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. എനിക്കറിയില്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഒരു സ്ട്രോങ് ഫീലിംഗ്. ബിക്കോസ്
ഭയങ്കര സട്ടിലാണ്. ഞാൻ ഇന്നിപ്പോൾ വിചാരിക്കും എനിക്ക് മട്ടൺ തിന്നണമെന്ന്. ഞാൻ തിന്നുന്നത് മട്ടണാന്നുള്ളത് എനിക്ക് ബോധ്യാവണ്ടേ? ലൈക്ക് ഐ ഷുഡ് ഫീൽ ഐ എം ഈറ്റിംഗ് മട്ടൺ. സോ നമ്മൾ ഓവർ ഫ്ലേവറിങ് ചെയ്യില്ല. അണ്ടി അരച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് മസാല ഇട്ടിട്ടും മട്ടനാണോ ചിക്കനാണോ എന്നുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല. മട്ടൺ കഴിക്കുമ്പോൾ അത് മട്ടനാണ്. സോ ദാറ്റ് മീൻസ് വി ആർ വെരി സട്ടിലി ഫ്ലേവർ. സ്പൈസി ആണോ മലബാരി? അല്ല അല്ല അല്ല, വളരെ ഒട്ടുമല്ല. നമ്മളെ മസാലക്കറിയൊക്കെ നാടൻ വറുത്തരച്ചൊക്കെ കുറച്ച് സ്പൈസി അല്ലേ? അതില്ലേ, നമ്മൾ എല്ലാ ദിവസവും മസാലക്കറി വറുത്തരച്ച് തിന്നുന്നില്ല. അതെല്ലാം ഒക്കേഷണൽ ഫുഡാണ്. വെൻ ദെയർ ഇസ് സംതിങ് ഇൻ ഹോം അല്ലേ നമ്മൾ വറുത്തരക്കുള്ളൂ. എല്ലാത്തപ്പോൾ നമ്മൾ വറുത്തരക്കില്ലല്ലോ. അപ്പം അത് എവറിഡേ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ വറുത്തരച്ചതൊക്കെ കഴിക്കുമ്പോൾ അൺഹെൽത്തിയാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കും. നമ്മൾ ഈ ഫുഡ് നോക്കിയാലേ, ഫുഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൾച്ചർ കാണാൻ പറ്റും. നമ്മളെ ഈ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളുടെ ഒരു അവൈലബിലിറ്റി അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഇതൊക്കെ ഒരു ഫുഡിനകത്തുണ്ട് ശരിക്കും. എല്ലാം അറിയാം. ഒരു വീട്ടിലെ ആൾക്കാരുടെ സ്വഭാവം വരെ ഒരു ഭക്ഷണ മേശമേൽ ഇരുന്നാൽ അറിയാം. സംസാരിച്ചിട്ടില്ലെങ്കിലും അവരാ കഴിക്കുന്ന രീതി, അവർ വിളമ്പുന്ന രീതി, അത് ആ ടേബിൾ മാനേഴ്സ് എന്ന് പറയുന്നത് ഒരു വീട്ടിൽ അവരെങ്ങനെ ആ കുട്ടികൾ വളരണം എന്നുള്ളത് കാണാൻ പറ്റും. ഭക്ഷണത്തിനകത്തും അത് കാണാം, നമ്മളെ ടേസ്റ്റുകൾ. ഭക്ഷണത്തിനകത്തും അത് കാണാം. അത് എന്തിൻ്റെ കൂടെ തിന്നണം എന്നുള്ളതൊക്കെ ഒരു ഡെഫിനറ്റാണ്. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനോ ഒരു ബുഫേക്കോ പോയാൽ ഒരുപാട് ഫുഡ് അവിടെ വെച്ചിട്ടുണ്ടാവും. നമ്മളെന്താ ചെയ്യുക? സാധാരണ ഒരു പ്ലേറ്റ് എടുത്തിട്ട് എല്ലാം അതിലിടും. ഇറ്റ്സ് എ വെരി റോങ് കോൺസെപ്റ്റ്. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ ഞങ്ങൾ അമ്മ ഒരു കറി ഉണ്ടാക്കുകയാണ്, ആ കറിയെ ശ്രദ്ധിച്ച് അല്ലേ, ആ കറിയെ മാത്രം ശ്രദ്ധിച്ച് അതിൻ്റെ ഉപ്പ് കറക്റ്റാണോ, അതിൻ്റെ പുളി കറക്റ്റാണോ എന്ന് നോക്കി ആണ് ആ കറി കംപ്ലീഷൻ, റൈറ്റ്? അന്ന് അമ്മ തീരുമാനിച്ചിട്ടുണ്ടാവും ഇത് പുട്ടിൻ്റെ കൂടെയാണോ പത്തിരിയുടെ കൂടെയാണോ എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടാവും, റൈറ്റ്? അപ്പോൾ എ കോമ്പിനേഷൻ ഓഫ് എ ഫുഡ് ഈസ് ഡിസൈഡഡ് അല്ലേ? അത് കഴിക്കുമ്പോഴാണ് അതിൻ്റെതായ ആ ഒരു കറക്റ്റ്നെസ് കിട്ടുക. നേരെ മറിച്ച് ഒരു ബുഫേ പോയിട്ട് നിങ്ങൾ മുളകിട്ടതും പൊരിച്ചതും സ്റ്റ്യൂവും എല്ലാം ഒരു പ്ലേറ്റിൽ എടുക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻ ടു ഇറ്റ്? ഈ സ്പോയിൽ ദ ഹോൾ തിങ് അല്ലേ? അത് എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇത് സ്റ്റ്യൂ ആണ്, ഇത് ഈ പത്തിരിൻ്റെ കൂടെ കഴിക്കുക, ഇത് പുട്ടാണ്, ഇത് മുളകിട്ടതിൻ്റെ കൂടെ കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോഴാണ് ആ ഭക്ഷണത്തിൻ്റെ ഓരോന്നും ടേസ്റ്റും ഒക്കെ അറിയണം, മനസ്സറിഞ്ഞ് കഴിക്കണം. അതാ ഞാൻ ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് എനിക്കെല്ലാം അറിയുള്ളൂ. പക്ഷെ നിങ്ങളത് ഒന്നും അറിയാൻ പറ്റൂല. ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മളെ ഇപ്പോൾ മലബാറിലെ ഫുഡിനെ ഒരു മുസ്ലിം കൾച്ചർ സ്വാധീനിച്ചിട്ടുണ്ട്. അത് മാത്രമാണോ, അല്ലെങ്കിൽ ഒരു കൾച്ചറലായിട്ടുള്ള മിംഗ്ലിംഗ് ആണോ ഇതിനകത്ത് കാണാൻ പറ്റുക? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ മുസ്ലിം കൾച്ചറിന് മാത്രം നിങ്ങൾക്ക് പറയാൻ പറ്റൂല. അത് നമ്മൾ പണ്ട് ഇവിടെ ഉള്ളവർ തന്നെയാണ്, ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചവർ തന്നെയാണ്. ഒരു കമ്മ്യൂണിറ്റി ഇവിടെ വന്നിട്ട് അവരുടെ റിലിജിയൻ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി വന്നപ്പോൾ പുറത്തുനിന്ന് വന്ന കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് അവർ ഡോമിനേറ്റ് ചെയ്ത്, മേ ബി ദേ വർ ലിവിങ് ഹിയർ, അല്ലെങ്കിൽ അവരിവിടെ കല്യാണം കഴിച്ച് കച്ചവടക്കാരായി അല്ലേ? അപ്പോൾ അവർക്ക് അവരുടേതായ ഫുഡ് ഇവിടെ കുറച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടുന്ന് അവരുടെ മക്കളായി വന്നപ്പോൾ ആ ഫുഡ് കുറച്ച് നമ്മളെ ഫുഡിലേക്ക് കയറി. ലൈക്ക് നമ്മൾ പറഞ്ഞ മാതിരി നമ്മൾ പച്ചക്കറി തിന്നുന്നവരാ, പക്ഷേ ബ്രാഹ്മിൻസും മീൻ തിന്നുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ കണ്ടിട്ടല്ല പറയുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു സേ ആസ് എ കമ്മ്യൂണിറ്റി ആസ് സച്ച്, ബട്ട് ഞാൻ ജനിച്ചു വളർന്ന കാര്യം ഞാൻ പറയും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം മിക്ക എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ കമ്മ്യൂണിറ്റി ഒപ്പരല്ലേ, അപ്പോൾ അവരൊക്കെ വീട്ടിൽ കൂടുതൽ മീൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, മട്ടൺ ചിക്കനൊന്നും അധികം ഇല്ല. പക്ഷേ വിത്ത് അഡ്വെൻറ്റ് ഓഫ് ദ ഫാമിംഗ് ഓഫ് ചിക്കൻ ബിക്കെയിം സോ പോപ്പുലർ ആൻഡ് ചീപ്പർ ആസ്പെക്ട്, വരെ എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായി അല്ലേ? പക്ഷേ അതൊരു ആ കൺട്രി ചിക്കൻ എന്നുള്ള സ്റ്റൈലിൽ പോയിട്ട് ഒരു കൾച്ചേർഡ് ഇതിലേക്ക് വന്നു. അപ്പോൾ അതും ഒരു വഹിക്കും. അതേ സമയത്ത് ഇങ്ങനത്തെ ഫോറിൻ ഇൻഫ്ലുവൻസസും ഫുഡിൻ്റെ ഇഷ്ടംപോലെ തേങ്ങ കിട്ടുന്നതുകൊണ്ട് നമ്മളെല്ലാത്തിലും തേങ്ങ അരച്ചിടാറുണ്ട്. അത് സ്റ്റൂ എന്ന് പറയും ഫ്രഞ്ച് ആണെങ്കിൽ. അത് നമ്മളെ നാട്ടിലെത്തിയപ്പോഴത്തേക്ക് അവർ മൈദ ഇട്ടിട്ട് കട്ടിയാക്കുക. നമ്മളിവിടെ നല്ല തേങ്ങാപ്പാൽ കിട്ടൂല, അപ്പോൾ അത് ഇട്ട്. പക്ഷെ അതൊരു ഫ്യൂഷൻ ആയിരുന്നു. ബട്ട് ഇറ്റ് ബിക്കെയിം എ വെരി പോപ്പുലർ ഒരു സ്റ്റാൻഡ് അലോൺ, എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു സാധനമായി നിന്നുപോയി. ഇപ്പോൾ ഈ ഹോംലി ഫുഡിന് ഡിമാൻഡ് എല്ലായിടത്തും കാണാം, നാടൻ ഭക്ഷണം, ഹോംലി ഫുഡ് എന്നൊക്കെ. ഈ ഹോംലി ഫുഡ് ആകുമ്പോഴേക്ക് സാധാരണ ഈ ഹോട്ടൽ ഭക്ഷണത്തിന് എന്ത് ഈ നാടൻ മസാലകൾ ഇടുന്നതാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന അജിനാമോട്ടോ പോലുള്ള കെമിക്കൽസ് ഇടുന്നു എന്നുള്ളതാണോ? എന്താ ഈ നാടൻ ഭക്ഷണത്തിൻ്റെ ഒരു രുചിക്കൂട്ടിൻ്റെ പ്രധാനം? അതെന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിലാവുമ്പോൾ അവർ ഒരു ഗ്രേവീസ് അടിച്ചു വെക്കും. ലൈക്ക് ഒരു റെഡ് കളറ്, ഒരു ബ്രൗൺ കളറ്, ഇങ്ങനത്തെ ഒരു ഗ്രേവി ഉണ്ടാവും.
എന്നും അവർക്കത് പ്രോട്ടീൻ ഇട്ടിട്ട് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ. ഓർഡർ അനുസരിച്ചിട്ട് അവർ അതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഇട്ടിട്ട് കുക്ക് ചെയ്യുക. ഈ ഹോംലി ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കോഴിക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ആ കറിയിൽ തന്നെ കോഴിയൊക്കെ ഇട്ടിട്ടാണ് കോഴിക്കറി ഉണ്ടാക്കുന്നത്. ആ മസാലകളും ആ കൂട്ടും ഒക്കെ അതിന് വേണ്ടിയുള്ള സാധനമാണ്. അപ്പോൾ അത് മാത്രമല്ല ആ കൂട്ടന്നെ ഇട്ടിട്ടാണ് ഉണ്ടാക്കണേ. സ്പെസിഫിക്കലി വിൽ ഐ സെൽ ഓർ ഐ വിൽ നോട്ട് സെൽ ഇറ്റ് അല്ലേ? ഒരു ഹോട്ടലിലാകുമ്പോൾ ഇന്ന് 10 കോഴിക്കറി പോവോ ഇല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അയാൾക്കുണ്ട്. അയാൾക്കത് നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ പ്രോട്ടീൻ അയാൾ ഇടുന്നില്ല അതിൻ്റെ അകത്ത്. അത് ഇട്ടിട്ടില്ലെങ്കിൽ ആ ഒരു ഹോം കുക്ക്ഡ് ഫുഡിൻ്റെ ആ ബാലൻസിങ് ശരിയാവില്ല. ഈ നല്ല മസാലകൾ നമുക്കുണ്ട്, നല്ല മണം ഉണ്ടാവുന്ന, നല്ല രുചി ഉണ്ടാവുന്ന, അതിന് പകരം ഈ കെമിക്കൽസ് ഇടേണ്ട ആവശ്യമില്ല ശരിക്കും മണവും രുചിയൊന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ബേസിക്കലി നമ്മൾ കുക്കിങ്ങിൽ മല്ലി, മുളക്, മഞ്ഞൾ അല്ലെ, മല്ലി, മുളക്, മഞ്ഞൾ പിന്നെ ഒന്നുമില്ലാത്ത ഒരാൾ, പക്ഷെ അത് ആൻറ്റിസെപ്റ്റിക് കാരണം. പിന്നെ ഉപ്പ്, പുളി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എരിവ് വേണം, പുളി വേണം, ഉപ്പ് വേണം. ബേസിക്കലി അത് 3 വേണ്ടത്. പിന്നെ നമ്മളുടെ ക്രിയേറ്റിവിറ്റിയാണ്. അതിപ്പോൾ മസാല കമ്പനീസൊക്കെ ഒരുപാടുണ്ടല്ലോ, അവർ പല സാധനങ്ങളും ഒക്കെ ഇട്ടിട്ട് ക്രിയേറ്റ് സ്പെഷ്യൽ 3 മസാല ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? ഞാൻ ബേസിക്കലി ഒരു 3 മസാല എന്ന് പറഞ്ഞാൽ ഇതന്നെ. ഈ മുളക് എന്ന് പറയുന്നത് പല ജാതി മുളകുകളും ഉണ്ട്. എല്ലാ മുളകിനും ഓരോ ടേസ്റ്റാണ്. ഇപ്പം സത്യമംഗല, ഗുണ്ടൂർ, അങ്ങനെ കശ്മീരി, അങ്ങനെ പല മുളകുണ്ട്. ആ മുളകുകളൊക്കെ ഒരു ബ്ലെൻഡ് ചെയ്തിട്ട്, ഡിഫറെൻറ്റ് മുളകുകൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ ഒരു ഫ്ലേവറിലേക്ക് എത്തിച്ച് അതിട്ടിട്ടാണ് ഞാൻ എൻ്റെ മീൻ പൊരിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ. അതെനിക്ക് തോന്നുന്നു പബ്ലിക്കിന് ഭയങ്കര അതിൻ്റെ ആ ടേസ്റ്റ്. ഞാൻ ഒരു കെമിക്കലോ ഒരു പ്രോസസ്സോ ഒന്നും ചെയ്യില്ല. ഞാനൊരു ഹോം മേക്കറാണ്. എൻ്റെ ഫാക്ടറി എൻ്റെ ഹോമിനോട് അനുബന്ധിച്ചിട്ടാണ്. ഞാൻ വലിയ ടണ്ണ് കണക്കിന് ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല. അപ്പം എന്നെ അറിയുന്ന ആൾ എൻ്റെ മസാല ഉപയോഗിച്ച് പരിചയപ്പെട്ടവർ മാത്രമേ അത് വാങ്ങുന്നുള്ളൂ. അത് എൻ്റെ കൈകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ച് നിങ്ങളെൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ വീട്ടുമുറ്റത്ത് മുഴുവനും മുളകോ വണ്ടിയോ ഒക്കെ ആയിരിക്കും. ഞങ്ങൾ ഈ വീട്ടിൻ്റെ അഡ്രസ്സ് നിങ്ങൾ നോക്കി വരുമ്പോഴേ മുളക് ഉണക്കാനിട്ടുണ്ടാവും, ഞാൻ തന്നെ ഇവിടുന്ന് പറഞ്ഞു. അതെ, അപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ മസാല എങ്ങനെ വിൽക്കുന്നുണ്ടെന്നല്ലേ? അത് ഓൺലൈനാണോ അല്ലെങ്കിൽ? ഇപ്പോൾ ഓൺലൈനാണ്. ഇപ്പോൾ ആമസോണ്, പിന്നെ എൻ്റെതായ വെബ്സൈറ്റ് ഉണ്ട്. ആബിദ റഷീദ്. ഞാൻ എന്നെ തന്നെ ബ്രാൻഡ് ചെയ്ത്. എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ഈ സഞ്ജീവ് കപൂറിനും ഷനാസ് ഹുസൈനും ഒക്കെ ഇങ്ങനെ അവരെ പേര് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച്, ഞാനിങ്ങനെ ഒരു പൊടി ഉണ്ടാക്കി നോക്കിയപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ ഒരു പേര് വേണം, ലൈക്ക് ക്വാളിറ്റിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് പേര്. ഞാൻ എന്തിനു പേര്, എൻ്റെ പേര് തന്നെ ഇട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആബിദ റഷീദ് എന്ന് തന്നെ പറഞ്ഞിട്ട് എന്നെ തന്നെ ഞാൻ അങ്ങോട്ട് ബ്രാൻഡ് ചെയ്ത്. നല്ല പേരാണല്ലോ അല്ലേ? ആ പേര് നല്ല പേരാന്ന് തോന്നുന്നു. മോഡേണുമാണ്, അതേ സമയത്ത് പഴയ പേരുമാണ്. ഞാൻ തന്നെ ഇട്ട്. ഈ മസാല കച്ചവടം അല്ലാതെ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആളുകൾക്ക് അല്ലേ? കച്ചവടം പലതുണ്ട്. ഞാൻ തുണി കച്ചവടത്തിൽ കൂടിയാണ് വന്നത്. സാരി സെല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് തുണി കച്ചവടം ഉണ്ടായിരുന്നു. പിന്നെ മേ ബി പല സാഹചര്യങ്ങളും വന്നപ്പോൾ എനിക്കത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ഞാൻ വീണ്ടും അതിലേക്ക് വരണം. എന്തായാലും അതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ ക്ലാസ്സിനൊക്കെ വരുന്നതിലേ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ഉണ്ടോ? ഞാൻ ഈ സ്കൂൾ പൂട്ടിയ സീസണിൽ എന്തായാലും ഒരു ക്ലാസ് എടുക്കും. എന്താ വെച്ചാൽ ഒരു 10-30 കുട്ടികളെങ്കിലും എനിക്ക് ചെയ്തേക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ സന്തോഷം എനിക്കുണ്ട്. ആ കുട്ടികളിൽ ഒരു വിത്ത് ഇടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള കോൺഫിഡൻസ് ആണ് ഏറ്റവും കൂടുതൽ. കത്തി എടുക്കുമ്പോഴത്തേക്ക് അമ്മമാർ ചീത്ത പറയില്ലേ, ഞാൻ പറയാം എടുത്തോ, മുറിഞ്ഞ അപ്പം ഞാൻ നോക്കിക്കോളൂ എന്ന് പറയും. അപ്പോൾ അവർക്ക് കോൺഫിഡൻ്റ് ആയി ഒരു സാധനം മുറിക്കാൻ, റൈറ്റ്. പിന്നെ അതേ സമയത്ത് തന്നെ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പോഴത്തെ മോഡേൺ അടുപ്പിനൊന്നും കത്തിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതൊക്കെ നമ്മൾക്ക് നോക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കുട്ടികൾക്ക് ആ കോൺഫിഡൻസ് കൊടുത്തിട്ട് പേടിക്കണ്ട, അത് തൊടണ്ട, ഇത് തൊടണ്ട എന്ന് ഞാൻ പറയില്ല. ആ തൊട്ടാൽ അത് എരിയും അല്ലെങ്കിൽ പൊള്ളും എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്താൽ നിൽക്കണം. നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലരും അടുക്കള മറന്നു പോകുന്നുണ്ട്. ചിലരൊക്കെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നു, ചിലർ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നു. അടുക്കളയിൽ നിൽക്കുന്നവരാണെങ്കിലും തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ മനസ്സറിഞ്ഞ് അടുക്കളയിൽ നിൽക്കാനോ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മനസ്സറിഞ്ഞുണ്ടാക്കാനോ ഒന്നും പറ്റുന്നില്ല. ശരിക്കും മനസ്സുകൂടി ചേർന്നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. ആരും പറഞ്ഞു സമയമില്ലാന്ന്? അത് നിങ്ങളല്ലേ തീരുമാനിക്കണ്ടേ? ഒരു ദിവസത്തിൽ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുണ്ട്? നിങ്ങൾ പറയും എത്ര മണിക്കൂറുണ്ട്? നിങ്ങൾ എത്ര മണിക്കൂർ ഓഫീസിൽ പോകും? 8 മണിക്കൂറല്ലേ ഗവൺമെന്റ് ഓഫീസ് പറയുന്നുള്ളൂ. അപ്പോൾ 24 8 പോയാൽ ബാക്കി ഇത്ര 16 ഇല്ലേ? അതിൽ എത്ര മണിക്കൂർ ഉറങ്ങൂ? 8 മണിക്കൂർ ഉറങ്ങണം. കഴിച്ച് ബാക്കി 8 എവിടെ?
ബാക്കി പുറത്തൊക്കെ പരിപാടി ഉണ്ട്. ഇപ്പം മൊബൈലിൽ കളിച്ചിരിക്കുക, റീൽസ് ഇത്ര മണിക്കൂർ അതിന് വേണ്ടി വെച്ചോളി, കുറക്കണ്ട. എത്ര കുറയ്ക്കാ? ഒരു 2 അതിന് വെച്ചോളൂ. കഴിച്ചു ബാക്കി 6 ഇല്ലേ? കിച്ചണിൽ എത്ര സമയം വേണോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ? മനസ്സ് വെച്ച സമയമുണ്ട്. പിന്നെ അത് നിങ്ങൾ വെറുതെ വിചാരിക്കുക. മനസ്സറിഞ്ഞ് ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ? അല്ലാണ്ട് ഓടിപ്പടഞ്ഞ് അല്ലേ സമയം ഇല്ല എന്ന് പറഞ്ഞു അടുക്കള അങ്ങ് ഒഴിവാക്കേണ്ട സാധനമല്ല. അല്ലല്ല, മനസ്സറിഞ്ഞുണ്ടാക്കില്ല എന്നൊന്നും ഇല്ലെങ്കിലും ഒരു കോമൺ ഡെയിലി ആവശ്യമുള്ള ഫുഡിന് മനസ്സില്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടി കൊടുത്ത് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുമ്പോൾ ഫാമിലിയൊക്കെ കൂടി ഇൻവോൾവ് ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ വൈഫ് തന്നെ ഉണ്ടാക്കണമെന്നില്ലല്ലോ, ആണുങ്ങൾക്കും ഉണ്ടാക്കാമല്ലോ, കുട്ടികൾക്കും ഉണ്ടാക്കുക. അത് കുട്ടികളിൽ നമ്മൾ ഭാര്യയും ഭർത്താവും ചെയ്യുന്ന കാണുമ്പോഴേ അടുത്ത ജനറേഷൻ മക്കൾ അത് കണ്ടിട്ട് ചെയ്യും. നമ്മൾ ഈ ഫാമിലി റിലേഷൻഷിപ്പിനൊക്കെ ഇങ്ങനെ ചേർത്ത് വെക്കാൻ ഭക്ഷണം നല്ലൊരു വലിയൊരു ബോണ്ടിങ് ആണ്. ഇപ്പം ആരാണെങ്കിലും ഒന്ന് പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറി വരുന്ന സമയത്ത് ഒരു ചായയോ അല്ലെങ്കിൽ ഒരു വടയോ ഉണ്ടാക്കി തന്നാൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവൂലേ, താങ്ക്ഫുൾ ആവൂലേ? ആവും. അപ്പോൾ ഭാര്യയാണ് ആദ്യം വന്നെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഉണ്ടാക്കുക. ഭർത്താവ് ഓഫീസിൽ പോയി വന്നു കഴിഞ്ഞാൽ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ അവരൊരു ചായ ഇട്ട് കൊടുത്താൽ എന്താ തെറ്റ്? അതെ, ഭാര്യയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഇല്ല, എല്ലാവരും ഇല്ല, ടീമായിട്ട് ആണും പെണ്ണും പഠിക്കണം ഭക്ഷണം. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വിവാഹത്തിന് ശേഷം സൗദിയിലൊക്കെ ആയിരുന്നു, അതിനുശേഷം നാട്ടിലേക്ക് വന്നത് തന്നെ ഇങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്യാമെന്ന മട്ടിൽ മാഡത്തിൻ്റെ നിർബന്ധപ്രകാരം വന്നതാണ് നാട്ടിലേക്ക് അല്ലേ? മൂപ്പരൊരു എന്നെ പോലെ എന്താ പറയുക മാർവാടി, എന്നെ പറയാം മാർവാടി എന്നാണ്. ബിക്കോസ് എനിക്കിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. അതൊരു ഓഫീസ് ജോലിയായിട്ട് മിണ്ടാണ്ടിരിക്കുക, യാത്ര ചെയ്യുക, അങ്ങനത്തെ ഒരു ഗാന്ധിയനായിരുന്നു മൂപ്പര്. ബട്ട് അവരിൽ നിന്ന് കുറേ ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഹസ്ബൻഡാണ് എന്നിലുള്ള ഈ ഒരു ബിസിനസ് എന്നല്ല, ഈ ഭക്ഷണത്തോടുള്ള താല്പര്യവും അതിനെ പറഞ്ഞു പഠിപ്പിച്ചു തന്നതും അന്നേ മേ ബി അയാളില്ലാത്തപ്പോൾ എനിക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ട് ദൈവമായി എനിക്ക് അതിലേക്ക് എത്തിച്ചു തന്നതും എൻ്റെ ഹസ്ബൻഡാണ്. ഇവിടെ വന്നിട്ട് പിന്നെ സാരി സെല്ലർ എന്ന് പറയുന്ന ഷോപ്പ് ഇട്ടു. അവിടെ കല്യാണം കഴിച്ച് പോയി, ഐ കുഡന്റ് ലിവ് ദെയർ. അപ്പോൾ ഒരു 6 മാസമൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ അവിടെ സ്കൂളിൽ ജോലിയാക്കി തന്ന്. സ്പീർബി ഐ കുഡന്റ് സ്റ്റേ ദെയർ. പിന്നെ ഒരു കൊല്ലം കൊണ്ട് തന്നെ തിരിച്ചു വന്നു. ഇവിടെ വന്നിട്ട് സാരി സെല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം തുടങ്ങി 1987. അത് നമ്മൾ സാരി സ്വന്തമായി ഡിസൈൻ ചെയ്യണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്? ഞാൻ പുറത്തൊക്കെ യാത്ര ചെയ്തിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരും. അന്നൊന്നും ഇവിടെ ഈ ബൊട്ടീക്കില്ല. ആദ്യമായിട്ടാണ് ആ ഒരു കൾച്ചർ തന്നെ കൊണ്ടുവരുന്നത്. യെസ്, അങ്ങനെ ഒരു ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു ശരിക്കും സാരി സെല്ലേഴ്സിന്റെ സാരി. ഭയങ്കരമായിട്ട് കച്ചവടം ചെയ്ത കാലം. പൈസ വന്നിട്ട് എണ്ണാൻ നേരം ഇല്ലാണ്ട് കുട്ടിച്ചാക്കിലുണ്ടോന്ന കാലഘട്ടം. ഫ്ലറിഷ് ചെയ്തിരുന്നു ബിസിനസ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ്. പിന്നെ എന്ത് സംഭവിച്ചതാണ്? സത്യം പറയുകയാണെങ്കിൽ വീടുണ്ടാക്കൽ എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു അവസരമാണ് ഒരാളെ കാര്യത്തിൽ. നമ്മളൊരു എസ്റ്റിമേറ്റഡ് സംഗതിയിൽ നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങും. പിന്നെ നമ്മൾ വിചാരിക്കും ഇത് മാർബിളാക്കുക, അത് മറ്റേതാക്കുക, അങ്ങനെ ആയി നമ്മൾ അറിയാണ്ട് നമ്മളുടെ ഒരു 50 lakhs ഒക്കെ ബഡ്ജറ്റ് ചെയ്തിട്ട് 1.25 കോടിയൊക്കെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പം അറിയൂല നമ്മൾ കച്ചവടത്തിൽ നിന്ന് വലിക്കുന്നത്. പിന്നെ കച്ചവടം ഒരു 1-2 വർഷം കഴിയുമ്പോൾ ആ കച്ചവടത്തിൽ നമുക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അറിയാൻ തുടങ്ങുക. അതൊരു വലിയൊരു ഇതാണ്. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഒരിത്തിരി വലുപ്പാകുമ്പോഴത്തേക്ക് ആൾക്കാർ വീടുണ്ടാക്കണ്ടേ, കുട്ടികളെ കല്യാണം കഴിക്കണ്ടേ, അങ്ങനെയുള്ള ഒരു ചോദ്യമായിരുന്നു അന്നൊക്കെ. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരാളാക്കി ആൾ കാണൽ എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ വീട് നിങ്ങളുടെ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമല്ല ആൾ നോക്കുന്നത്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, എങ്ങനത്തെ കാറാ, എങ്ങനത്തെ വീടാ, അങ്ങനത്തെ കാര്യത്തിലേക്ക് പോവന്നെ ചെയ്യരുത്. അങ്ങനെ പോയി അത് ഒരിക്കലും നമ്മളുടെ അന്നം മുട്ടിച്ചിട്ടുള്ള പണിയാണ് വീട് ഇങ്ങനത്തതൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എല്ലാവരും സ്ട്രോങ് ആയിട്ട് അതിലേക്ക് നോക്കണം. പക്ഷെ അവിടെ നിന്ന് ആ ഒരു വീഴ്ചയിൽ നിന്ന് പിന്നീട് വീണ്ടും തിരിച്ചു കയറി വന്നിരുന്നില്ലേ? ആ ഒരു ധൈര്യം ഭയങ്കര ധൈര്യം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര പേടിയായിരുന്നു. ബട്ട് നമുക്കിട്ട് അരി തീരുന്നവരെ നമ്മളിവിടെ ജീവിക്കും. അതാര് എന്ത് ചെയ്താലും പഠിച്ചവനറിയാം. ആ ഒരു ധൈര്യം എന്നിൽ വന്നു. ഐ വിറ്റ് എവ്രിതിങ്. ഈ പോലീസ് സ്റ്റേഷന്, കോടതി, ഇനി എന്തൊക്കെ കാണണം എല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ ഷോപ്പ് പൂട്ടിക്കാനുള്ള ശ്രമമൊക്കെ നടന്നു. ഷോപ്പ് പൂട്ടിക്കാനുള്ള ശ്രമം ഒരുപാട് നടന്നു. അതിൻ്റെ പിന്നാലെ ഞാൻ കുറേ ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ വന്നതും കിടത്തത്തിലായതും ബിസിനസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും
പിന്നെ ഈ ഇപ്പോഴത്തെ കാലങ്ങൾക്ക് അറിയാലോ, ഫാമിലി പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടെങ്കിലും ഒരു കോടതി പോയി കഴിഞ്ഞാൽ ഒരു 16-18 കൊല്ലല്ലാണ്ട് ഒരു കോടതിയിൽ നിന്ന് പാർട്ടിഷൻ സൂട്ട് ആവൂല. അപ്പോൾ അതിപ്പോഴും കഴിച്ചിലായിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് ഈ ഫുഡിൻ്റെ മേക്കിങ്ങിലേക്കൊക്കെ പോകാൻ തീരുമാനിച്ചത്? ആക്ച്വലി ഇത് എനിക്കിങ്ങനെ നമ്മളുടെ മിനിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി സാറുള്ള സമയത്ത് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഹോം കുക്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മളുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു മദർ ആൻഡ് പ്ലാനറ്റ്സ് എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇത് തന്നു, വൈ ഡോണ്ട് യു ചെയ്തൂടെ എന്ന് ചോദിച്ചു ഇൻഡസ്ട്രീസിൽ നിന്ന്. അപ്പം ഞാനത് ടേക്കപ്പ് ചെയ്ത് അങ്ങനെ എനിക്ക് ഒരു സമയം ഈ സാരി വിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഐ സ്റ്റാർട്ട്. അഭിത്തൻ്റെ ഫുഡ് കഴിച്ചിട്ട് ഇത് നാട്ടുകാരും കൂടി കഴിക്കേണ്ടതാണ്, ഇതിങ്ങനെ വീട്ടിൽ മാത്രം കൊടുത്താൽ പോരാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതെ, ഞങ്ങൾക്ക് തുണിക്കച്ചവടമല്ലേ, പിന്നെ ഞങ്ങൾ ഭയങ്കര എൻ്റർടൈനിങ്. ഈ കോഴിക്കോട്ടുകാരെ ഞങ്ങൾക്ക് അറിയാലോ, ആര് വന്നാലും അവരെ തിന്നിച്ച് വിടണമെന്നുള്ള. അപ്പോൾ കണ്ണൂക്കാരും അങ്ങനെ, എൻ്റെ ഭർത്താവും. അപ്പോൾ 1 കിലോ മീനൊക്കെ വാങ്ങി ഒരാഴ്ചത്തേക്ക് കണക്കാക്കി ഞാനൊക്കെ വെക്കും. ആരെങ്കിലും ഒന്നിനെ കണ്ടാലും അതെല്ലാം എടുത്ത് പുറത്തിട്ടിട്ട് അവർക്ക് തിന്നാണ്ടാക്കി കൊടുക്കണം. ഇതായിരുന്നു മൂപ്പരുടെ ഫുഡിനോടുള്ള കാഴ്ചപ്പാട്. അപ്പോൾ അവരൊക്കെ കഴിക്കുമ്പോൾ അവരൊക്കെ നല്ലത് പറയും. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ച്, കുറച്ച് ആൾക്കാർ ടാജിൽ വരുന്നുണ്ട്, ടാജ് തുടർന്ന പാട് അവിടെ വർക്ക് ചെയ്ത്, നീ ഒന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമോ എന്ന് ചോദിച്ച്. യെസ് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയച്ചു കൊടുത്തു. കമേഴ്ഷ്യലി ഒന്നല്ല കേട്ടോ ആ സമയത്തൊന്നും. അവരത് കഴിച്ചു നോക്കിയപ്പോൾ അവരത് ഫ്ലാറ്റായി, ലൈക്ക് ദേ ലവ്ഡ് ഇറ്റ് സോ മച്ച്. ഒരു ഹയർ കാറ്റഗറി ഓഫ് ഒഫീഷ്യൽസ് ആയിരുന്നു. അവർ ഉടനെ തന്നെ എന്നോട് പറഞ്ഞ് അവരെ ജോയിൻ ചെയ്യാൻ. പിന്നെ അവരൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. കോഴിക്കോടല്ല, ഞാൻ ഓൾ ഓവർ ഇന്ത്യ അവർ പറയുന്ന ഹോട്ടലിൽ ഞാൻ പോകും. ലൈക്ക് 10 days a month അവരുടെ ഓരോ ഹോട്ടലിലും പോയിട്ട് ഫലക്നുമ, അവർക്ക് എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ട് അവിടെ. എത്ര വർഷമായി ഈ ഫുഡിന്റെ മേഖലയിലേക്ക് മാത്രമായി ചുരുങ്ങിയിട്ട്? 23 കൊല്ലമായി ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. 2000 ഈ സാരിയൊക്കെ വിട്ടിട്ട്? അല്ലല്ല, ഫുൾ ഇതിപ്പോൾ കൊറോണ കഴിഞ്ഞതിൻ്റെ ശേഷം. കൊറോണൻ്റെ സമയത്ത് എൻ്റെ ബിസിനസ്, ആദ്യമുള്ള ബിസിനസ് കൊറോണൻ്റെ മുന്നേ പൂട്ടിപ്പോയി. ഒരു 1-2 വർഷം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായി. പിന്നെ എനിക്ക് കുറച്ച് ഇതൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ ഒരു ഷോപ്പ് അതേമാതിരി വേറൊന്ന് തുടങ്ങി, ഭയങ്കര നല്ല സ്റ്റൈലൊക്കെ തുടങ്ങി. അത് ആകെ 3 മാസം നിന്നിട്ടുള്ളൂ. അത് മകളുടെ കല്യാണമൊക്കെ ഒരേ സമയത്തായിരുന്നു. അത് മാർച്ചിൽ പൂട്ടേണ്ടി വന്നു, ഫെബ്രുവരിയിൽ നമ്മളെ കൊറോണൻ്റെ. പിന്നെ ഒരു 6 മാസമൊക്കെ ഞാൻ പിടിച്ചു നിന്നു. പിന്നെ വെള്ളത്തിൽ വീണ പൂച്ചയല്ല, എപ്പോഴും പേടി ഉണ്ടാവുമല്ലോ. മതി, ഇനി അടുത്ത ക്യാൻസർ വയ്യ, ജസ്റ്റ് ക്ലോസ്ഡ് ഇറ്റ്, ലോസ്റ്റ് ദാറ്റ് മണി ഓൾസോ. അപ്പം ഒക്കെ പോവുക. പക്ഷെ ആ പോകുന്ന എൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് ആണാണെങ്കിൽ പേടിച്ചു പോകും. പോട്ടെ, അതൊരു പോയാൽ പോയി, പക്ഷെ നോക്കാം നാളെ ജീവിതം ഉണ്ട്. ആണാണെങ്കിൽ പേടിച്ചു പോകുന്ന പറയുന്ന ഒരു വാക്ക് സാധാരണ നമ്മൾ പറയാ വളരെ ആൺകുട്ടിയാണെന്നുള്ള, അങ്ങനെയല്ലേ? അല്ലല്ല, പെണ്ണാ പേടിക്കാത്തത്, ആണ് പേടിക്കൂ. പെണ്ണിന് ഭയങ്കര സ്ട്രെങ്താ, എനിക്കറിയില്ല, ഇന്നർ സ്ട്രെങ്ത് ഭയങ്കര സ്ട്രോങ്ങാ. മേ ബി എനിക്ക് നല്ല ഫെയ്ത്ത് ഉണ്ട്, ഞാൻ ഭയങ്കര ഗോഡ് ഫിയറിംഗ് ആണ്. ഐ നോ ഗോഡ് വിൽ ഹെൽപ്പ് മീ ആൻഡ് ഗോഡ് ഹസ് ഹെൽപ്പ് മീ. ഈ സെലിബ്രിറ്റികളൊക്കെ ഒരുപാട് കാലമായല്ലോ, സെലിബ്രിറ്റികൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ട് ഫാനായ ആൾക്കാരുണ്ടോ നമ്മളെ ഫുഡിൽ? ഓ, എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, സെലിബ്രിറ്റീസ്. ആരൊക്കെയാ എടുത്തു പറയാവുന്ന? എനിക്ക് അങ്ങനെ എടുത്തു പറയാനുള്ളതോ, പണ്ട് മോഹൻലാലിനൊക്കെ മമ്മൂട്ടിക്കൊക്കെ ഞാൻ കടുക്ക കൊടുത്തയക്കലുണ്ടായി. എൻ്റെ ഫ്രണ്ടിൻ്റെ ത്രൂ കൊടുത്തയച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ പണ്ടൊക്കെ, ഇപ്പോഴല്ല, സെലിബ്രിറ്റി ആയിട്ട് കേട്ടിട്ടുണ്ട്. അതെ, മോഹൻലാൽ കോഴിക്കോട് മോഹൻലാൽ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടാ. ആ ഒരു കാലഘട്ടത്തിൽ ഞാനും പോയിട്ടുണ്ട്, അപ്പോഴൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എൻ്റെ കല്ലുമ്മക്കായ്മലാണ് സാധാരണ ഇഷ്ടപ്പെടല്, ഞാൻ ഉണ്ടാക്കുന്ന കല്ലുമ്മക്കായ്. പിന്നെ ബിരിയാണിയൊക്കെ ഒരു സോളിഡായിട്ട് പോകേണ്ട കാര്യമില്ല, ഇതാകുമ്പോൾ ഒരു സ്നാക്കാണ്. അപ്പോൾ പെട്ടെന്ന് ആരെയും വന്നാൽ വേഗം ഒരു കല്ലുമ്മക്കായ് പൊരിച്ചു കൊടുക്കുക, ഇറച്ചിപ്പത്തിരി, കല്ലുമ്മക്കായി. അങ്ങനെ ബിരിയാണി എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തല്ലോ, ലൈക്ക് 2003. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ യൂട്യൂബ് എന്താണെന്നൊന്നും അറിയില്ല. എനിക്ക് സാധാരണ ഫോൺ ഉപയോഗിക്കാനൊക്കെ അറിയുള്ളൂ. അപ്പം ഒരു ദിവസം ഞാൻ എവിടെയോ പോയപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇതിലിട്ടു, സാൻഡ്ര തോമസ്.
അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ മോളെ ഇവളെ എവിടെയാണ് ഇട്ടത് എനിക്കൊന്ന് കാണിച്ചു കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ മോള് കാണിച്ചു തന്നു. അപ്പോൾ അത് കാണിച്ചു തന്നപ്പോൾ ഇങ്ങനെ ആൾക്കാർ കാണുന്നു എന്നുള്ളത് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും എനിക്കത് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്ന് മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യട്ടെ എന്ന് വെച്ചു. ഉമ്മാക്ക് 60 വയസ്സായി മിണ്ടാണ്ടോടെ ഇരിക്കും, എൻജോയ് ലൈഫ്, ഇനി മതി എന്ന് പറഞ്ഞ്. പക്ഷേ ഐ ഡിഡ്ന്റ് ലീവ് ഇറ്റ്. ഞാനിങ്ങനെ പിന്നാലെ പോയി അത് പഠിച്ച് എന്താണ് യൂട്യൂബ്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പഠിച്ചു. ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇതേമാതിരി ക്യാമറയൊക്കെ കൊണ്ടുവന്ന്, ഒരു ക്യാമറ അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അന്ന് എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല. 2 ലൈറ്റും. ഓൻ NID പഠിച്ചതാ, യങ് ഫെലോ, അധികം പൈസയൊന്നും വേണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും ഒരു ചെമ്പിൽ ബിരിയാണി ഉണ്ടാക്കി. ആദ്യത്തെ ക്യാമറയിൽ ഉള്ളി വാട്ടുമ്പോൾ ക്യാമറ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യും, പിന്നെ ആ ഉള്ളി മാറ്റും, രണ്ടാമത്തെ ചെമ്പ് വെച്ച് പിന്നെ ഒന്ന് ദൂരെ പോയി നിൽക്കും, എന്നിട്ട് അടുത്ത ഉള്ളി പിന്നെയും വാട്ടും. അങ്ങനെ വി ടുക്ക് സോ മച്ച് ഓഫ് ക്യാമറ ടെക്നിക്ക് അറിയാമോ? എനിക്കിപ്പോ ക്യാമറ ടെക്നിക്കും ലൈറ്റും ഒക്കെ പഠിച്ചു പോയി. പിന്നെ സ്റ്റുഡിയോ ഇല്ല. അപ്പം പറഞ്ഞ് ഇവിടെ പോയിട്ട് ചെയ്യും, എനിക്കാണെങ്കിൽ അത്ര നടന്നിട്ടുള്ള പണി ഇപ്പോൾ ഔട്ട്ഡോറൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വീട്ടിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലമല്ലേ, അത് ഞങ്ങളൊരു ഇതൊക്കെ ഇട്ട് മറിച്ച് ഈ ഫർണിച്ചർ എടുത്ത് ഇങ്ങോട്ട് വെച്ച് ആ ഫർണിച്ചർ എടുത്ത് ഇങ്ങോട്ട് വെച്ച് ഞങ്ങളൊരു സ്റ്റുഡിയോ ഉണ്ടാക്കി. ആ സ്റ്റുഡിയോ ഒന്നായി ഞങ്ങൾ പിക്ചേഴ്സ് തുടങ്ങി. പിന്നെ ഒരു ക്യാമറക്കാരൻ 2 ക്യാമറയായി, 2 ലൈറ്റുള്ളത് 6 ലൈറ്റായി. ഇപ്പോൾ ബട്ട് ഐ വാസ് വെരി ഇൻസിസ്റ്റൻ്റ് ഓൺ ദ ക്വാളിറ്റി ഓഫ് വീഡിയോസ്. ഞാൻ പൈസ പോയാലും വേണ്ടിയില്ല, പവർ വരട്ടെ എന്ന മാതിരി. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസിന് എനിക്ക് അത് യൂട്യൂബിലിട്ടാലൊന്നും പൈസ കിട്ടുമൊന്നുമില്ല. ആസ് എ യൂട്യൂബർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ തന്നെ എടുക്കണോ, നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്യണോ, ഒക്കെ ചെയ്യണം. ഐ നീഡ് പീപ്പിൾ ഫോർ എവറിത്തിങ്. അപ്പം മേ ബി ഐ വാസ് തിങ്കിങ് ഓഫ് മേക്കിംഗ് എ ഡിക്ഷണറി. എന്നുവെച്ചാൽ ആരും എഴുതി വെച്ചിട്ടില്ല ഭക്ഷണത്തെ പറ്റിയിട്ട്. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു റെഫറൻസാണ്. ഏതൊരു ഡിഷിനും ഒരു ഒത്തൻറ്റിക് റെഫറൻസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോനെ കാണുന്നത്. അതിനിപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാലും ആർക്കും മാപ്പിള കുസീൻ എന്താണെന്ന് അറിയണമെങ്കിലും ഉണ്ടാക്കി വെക്കണമെങ്കിലും ഇതിൻ്റെ അകത്തുള്ള എല്ലാ വീഡിയോസും ഇസ് എ ബിഗ് റെഫറൻസ് ഫോർ മീ. ഇത് ഉണ്ടാക്കുന്ന ഫുഡ് പോലെ തന്നെ ലൈഫും ഭയങ്കര ടേസ്റ്റിയാണ് ഇപ്പോൾ. എങ്ങനെയുണ്ട്? ഐ ലവ് മൈ ലൈഫ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എനിക്ക് ഇനിയും ജീവിക്കണം തന്നെ ഞാൻ പഠിച്ചതിനോട് പറയും. എനിക്ക് പോകാനായിട്ടില്ല, ഐ നീഡ് സം മോർ ടൈം. യെസ്. ഹാപ്പിയാണ്? ഹാപ്പിയാ. ബുദ്ധിമുട്ടുകളുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ടാവും, വരും പോവും. അത് അടുത്ത മിനിറ്റ് അത് മറക്കും, പിന്നെ അടുത്തത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു.